ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വെറൈറ്റി പ്രയർ ഏരിയയാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രയറിൻ്റെ ഏരിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറൈറ്റി ആയിട്ട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് തന്നെ വരുന്ന ഒരു വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന ഏരിയ നമുക്ക് ആദ്യമേ തന്നെ ഒരു നല്ല രീതിയിൽ തന്നെ ഏറ്റവും താഴേന്ന് തൊട്ട് ഏറ്റവും മുകൾ വശം വരെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഏരിയയിൽ നമ്മൾ ആദ്യമേ തന്നെ വേണ്ട ലൈറ്റും കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കലിൻ്റെ വർക്കിൻ്റെ സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ വെട്ടിപ്പൊളി സമയത്ത് ക്ലിയർ ചെയ്തിടണം. ഒരു ആദ്യമേ തന്നെ ഒരു കറക്റ്റ് പൊസിഷൻസ് എവിടെ എന്നതൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ലെവലിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എവിടെയാണ് വെക്കുന്നത് അവിടെയെല്ലാം ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സൈഡിലായിട്ട് കണ്ടോ, സൈഡിലായിട്ട് LED സ്ട്രിപ്പും പകരമായിട്ട് നമ്മൾ പ്രൊഫൈൽ LED ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ യേശുവിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ലൈറ്റ് കൊടുത്തിന് LED സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഞാൻ ജസ്റ്റ് ആ ലൈറ്റ് ഇട്ടതാണ് കണ്ടത്. അതായത് നമ്മൾ സൈഡിൽ നമ്മൾ പ്രൊഫൈൽ LED കൊടുത്തു. പ്രൊഫൈൽ LED നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ LED സ്ട്രിപ്പിനേക്കാൾ കുറച്ചുകൂടി വാട്ട്സ് കൂടുതലാണ്. നല്ല പ്രകാശമായിരിക്കും കാണാനായിട്ട്, സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ചാനൽ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പിടിപ്പിക്കാമെന്ന് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചാനൽ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം പ്രൊഫൈൽ LED അതിലേക്ക് കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ പ്രൊഫൈൽ LED കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. കാരണം പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന 12 വോൾട്ടിലാണ്. നമ്മുടെ AC വരുന്ന വീട്ടിലെ വോൾട്ടേജ് വരുന്നത് 230 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ 230 വോൾട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് പ്രൊഫൈലിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അഡാപ്റ്റർ ഒരെണ്ണം വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ SMBS ഒരെണ്ണം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ SMBS അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇത് നമുക്ക് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ വേണം നമുക്കിത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് അഡാപ്റ്റർ വലിക്കുന്ന സമയത്ത് അഡാപ്റ്റർ വെക്കുന്ന ഏരിയ തന്നെ ആദ്യമേ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് രൂപക്കൂട് പണിയുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ, അതായത് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ വന്നിട്ടുണ്ടോ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് LED സ്ട്രിപ്പിൻ്റെയും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിൻ്റെ എല്ലാത്തിൻ്റെ LEDകൾ വരുന്ന എല്ലാ ഏരിയകളിലും നമ്മൾ അതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ കുറച്ച് ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് നമ്മൾ പറയുന്ന സർക്യൂട്ട് കാര്യങ്ങളെല്ലാം വലിച്ചിട്ട് സ്വിച്ചുകൾ എത്രണ്ണം കൊടുക്കണം അതെല്ലാം കൊടുത്തതിന് ശേഷം അതിൽ നിന്നും DC വോൾട്ടേജാണ് ഈ പറയുന്ന പ്രൊഫൈൽ വോൾട്ടേജിലേക്കും പിന്നെ ഈ പറയുന്ന നമ്മുടെ യേശുവിൻ്റെ ബാക്കിൽ വരുന്ന ലൈറ്റിലേക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന അഡാപ്റ്റർ ഏറ്റവും മുകളിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങൾ സിമ്പിളാണ്. അവിടെ നിന്ന് DC കൊടുക്കുന്ന വയറാണ് നമ്മൾ ഇവിടേക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രൂപം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വയറ് കാര്യങ്ങൾ അഡാപ്റ്റർ വെക്കാനുള്ള സ്ഥലം ചിലപ്പോൾ സ്പേസ് കുറവായിരിക്കും. കാരണം അപ്പോൾ അഡാപ്റ്റർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം വയറുകൾ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ മുകളിലാണ് നമ്മൾ അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ്റെനൻസ് വന്നാൽ കൂടിയും കംപ്ലയിൻറ്റ് വന്നാൽ കൂടിയും അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമുക്കത് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടിയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന രൂപക്കൂടിലേക്ക് വരുന്ന ലൈറ്റുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date.